ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോയ്സ് കുക്കിംഗ് സ്റ്റൈൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. പോത്തിറച്ചി എങ്ങനെ നമുക്ക് കറുപ്പ് കളർ വറുത്തെടുക്കാമെന്നുള്ളതാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ നമ്മൾ പോയി കഴിക്കാൻ നേരം നമ്മൾ കാണുന്നുണ്ട് കറുത്ത് നല്ല മസാല പിടിച്ചിരിക്കുന്നത്. നമ്മൾ വീടുകളിൽ നോക്കിയാൽ അത് അതുപോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റിയെന്ന് വരികയില്ല. അതെങ്ങനെ വീഡിയോകൾ നമുക്ക് ആക്കിയെടുക്കാമെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം. നമുക്കിനി ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. പോത്ത് വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ 1 കിലോ പോത്തിറച്ചിയാണ്. കുറച്ച് മുഴുപ്പിലാണ് ഞാൻ ഞുറുക്കിയേക്കുന്നത്, കാരണം നമുക്ക് കുറേ നേരം ഇട്ട് വറക്കേണ്ടതാണ്. അതുകൊണ്ട് കുറച്ച് മുഴുപ്പിൽ നമ്മൾ മുറിച്ചെടുക്കണം. അതുപോലെ തന്നെ നന്നായിട്ട് പിഴിഞ്ഞത് ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല, കാരണം ബീഫിനകത്ത് ഒരു വെള്ളമുണ്ട്. അതോ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. പുറമേ നിന്ന് ഒരു കാരണവശാലും നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഞാനൊരു 4 ഇതൾ കരിയാപ്പില എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കരിയാപ്പില നല്ല ടേസ്റ്റ് കിട്ടും. നമ്മൾ എത്രമാത്രം കരിയാപ്പില യൂസ് ചെയ്യും അത്രയും കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടും. 4 പച്ചമുളക് നീളത്തിൽ വട്ടത്തിൽ 4 പച്ചമുളക് നടുവേ പൊളന്നതാണ്. ആവശ്യത്തിനുള്ള കല്ലുപ്പ്, ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. ഗരം മസാല പൊടിച്ചത് വീട്ടിൽ പൊടിച്ചതാണ്. പെപ്പർ പൗഡർ 1 സ്പൂണ് ചതച്ചെടുത്തേക്കണം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ഒരു 20 ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തെടുത്തത്, ഇഞ്ചി ഒരു 50 ഗ്രാം ഇഞ്ചി, വെളുത്തുള്ളി ഒരു 3 കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം കൂടെ നമുക്ക് ചതച്ചെടുക്കാം. നമ്മളിനി ഈ മസാലകളെല്ലാം മിക്സ് ചെയ്യാൻ പോവുകയാണ്. ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ചെറിയ ഉള്ളി നമ്മൾ പകുതി മുളക് പൊടി ഇടുകയാണ്. മഞ്ഞൾ പൊടി പൂർത്തിയായിട്ട് ഇടുകയാണ്. പെപ്പർ പൊടി പകുതിയാണ് നമ്മളിപ്പോൾ ഇടുന്നത്, പിന്നീട് കുറച്ച് കഴിഞ്ഞാണ് ബാക്കി ഇടുന്നത്. അതുപോലെ ഉപ്പ് ആവശ്യം നമ്മൾ ഇടുന്നു. ഗരം മസാല നമ്മൾ ഇപ്പോൾ ഒരു 1/2 സ്പൂൺ നമ്മൾ ഇടുകയാണ്. കുറച്ച് കരിയാപ്പില നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കും. ബാക്കിയുള്ള പിന്നീടാണ് നമ്മൾ ഇടുന്നത്. ഒരു കാരണവശാലും ഇതിനകത്ത് വെള്ളം മിക്സ് ചെയ്യരുത്. ആവശ്യമെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ നമുക്ക് മിക്സ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ബീഫ് മിക്സിങ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പോത്തിറച്ചി നമ്മൾ കുക്കറിലേക്ക് വെച്ച് നമ്മൾ സ്റ്റവ് വെക്കുകയാണ്. ഞാൻ ചെയ്യുന്നത് രണ്ട് വലിയ വിസിലും പിന്നെ 2 ഫ്ലെയിം താത്തി വെച്ചിട്ട് 2 ചെറിയ വിസിലുമാണ്. കാരണം പോത്തിൻ്റെ വലിപ്പം നോക്കി പ്രായം നോക്കി വേണം നമ്മൾ. ചില പോത്ത് വേണമെങ്കിൽ ചിലപ്പോൾ 3-4 വിസിൽ വേണ്ടി വരും. എനിക്കിത് 2 മതിയാവും. 2+2 ലോ ഫ്ലെയിമിലുള്ളത് മതിയാവും. ഫ്രണ്ട്സ്, നമ്മളുടെ പോത്ത് വറുത്തത് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി. ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇടുകയാണ്. കുറച്ച് പെരിഞ്ജീരകം ഇടുന്നു.
മുളക് പച്ചമുളക് കുറച്ച് ഉള്ളി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. 1.5 സവോള ഞാൻ ഇട്ടേക്കുന്നത്. ഓൾറെഡി നമ്മൾ കുറച്ച് കുഞ്ഞുള്ളി ഇതിലിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഉള്ളി എടുത്തത്. നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നമ്മൾ ഇളക്കണം. കുറച്ച് കരിയാപ്പില, കുറച്ച് നമ്മൾ ഞാൻ സാറിന് പറയാറുള്ള പോലെ കുറച്ച് കരിയാപ്പില ഇടുക. ആദ്യം നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട്, ഇതിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ഉള്ളി മസാലയെല്ലാം ചുവപ്പ് കളറായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന മസാലകൾ ഇടാൻ വെച്ചിരിക്കുന്ന മസാലകൾ, ഗരം മസാല ബാക്കി നമ്മൾ ഇടുന്നു. അതോടൊപ്പം കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ഇടുകയാണ്. ഇളക്കി കൊടുക്കണം. അതോടൊപ്പം കുറച്ച് കുരുമുളക് പൊടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി, അതുകൊണ്ട് നമ്മൾ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇളക്കണം. അതിനുശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പോത്ത് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യണം. അതിനുശേഷം ഇളക്കി കൊടുക്കണം. ഒരു 15 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം. അന്നത്തേന് ഇതിനകത്തുള്ള വെള്ളമെല്ലാം അങ്ങ് പറ്റിക്കോളും. ഫ്രണ്ട്സ്, നമ്മളുടെ പോത്ത് വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനിയും പച്ചമുളക്, 4 പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. കുറച്ചും കൂടി കരിയാപ്പില നമ്മൾ ഇട്ട് കൊടുക്കുന്നു. 1 സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നു. കുറച്ച് പെപ്പർ പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഒരു 1/4 സ്പൂൺ മതി, ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. ലൈറ്റായിട്ടൊന്ന് മിക്സ് ആക്കുന്നു. നമ്മുടെ പോത്ത് വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ പോത്ത് വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല കറുത്ത മസാല കൂട്ടിയ പോത്ത് വറുത്തത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ബീഫ് മേടിക്കുമ്പോൾ നെയ്യോട് കൂടിയ പോത്തിൻ്റെ ഇറച്ചി വേണം നമ്മൾ മേടിക്കാൻ. കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതോടൊപ്പം അണ്ടർകട്ട് ബീഫ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സോഫ്റ്റായിട്ടുള്ള മീറ്റാണത്. അതുപോലെ തന്നെ നമ്മൾ ടൈമിങ്, ഇതിൻ്റെ സമയം വളരെ നമ്മൾ കെയർഫുള്ളായിരിക്കണം. ആദ്യം 2 വിസിൽ നല്ല ഹൈ ഫ്ലെയിമിലും 2 ലോ ഫ്ലെയിമിലും ആണ് ആക്കേണ്ടത്. അതിനുശേഷം നമ്മൾ മസാലകളെല്ലാം ഫ്രൈ ചെയ്ത ശേഷം 15-30 മിനിറ്റ് നമ്മൾ
ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ കളറും നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കാൻ പറ്റുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. നന്ദി.